മോളു, എന്റെ ആലീസിന്റെ മോളു. വേണ്ട, അധികം സ്നേഹപ്രകടനൊന്നും വേണ്ട. അങ്കിൾ ഒറ്റ ഒരുത്തന് എന്നെ അമ്മയും തമ്മിൽ തെറ്റിച്ച്. അയ്യോ, തെറ്റ് ചെയ്യാത്ത മനുഷ്യരുണ്ട് ഈ ഭൂമി മലയാളത്തില്. അതൊക്കെ സാത്താൻ പിടികൂടുന്ന നേരത്തെ തോന്നുന്ന ഓരോ സ്വഭാവ ദൂഷ്യങ്ങളാ. ഇപ്പൊ അങ്കിളും ഭയങ്കര മാന്യനാ. ഞാനും. ഇതാരാ? എന്റെ പിയെ. ഞാൻ ഷിപ്പിന്റെ ക്യാപ്റ്റൻ, ഇവൻ എന്റെ കിളി. എന്നാലും എന്റെ കൊച്ചെ, നീ എന്റെ കത്രീനെ ഒരുപാട് അങ്ങ് വേദനിപ്പിച്ചളഞ്ഞല്ലോടി. പകരം ഇനി ഒത്തിരി സ്നേഹിക്കാൻ പോവാ. അച്ഛമ്മ എന്താ മാറി നിന്നളഞ്ഞ? ഒന്നുമില്ല. അച്ഛമ്മ കരയ. എന്നാലും കണ്ണീര് പോയി. പോടാ, സന്തോഷം കൊണ്ടാ. ഇത്ര നാളായി എന്റെ കത്രീനമ്മ. അവസാനം എല്ലാം കരങ്ങി തെളിഞ്ഞല്ലോ. ആ മോള് വാ. ആ പൊന്നമ്മ ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നോ? അല്ലാതെ ഞാൻ എവിടെ പോകാനാ മോളെ? എവിടെ പോയാലും ഞാൻ ഇവിടെ തന്നെ വന്നു ചേരും. എന്നാലും മോള് വന്നപ്പോ ഒരു വശത്ത് റെജിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ. ആ മോള് വാ. ആർക്കെന്ത് വേദനിക്കുമെന്ന് വെച്ചാ അതേ അവള് പറയൂ. വിവരദോഷി. ദേ മോത്തേക്കിട്ട് കുത്തിത്തരി ഞാൻ. ഒറ്റ വീക്ക്. അയ്യോ, ഞാനില്ലേ പിന്നെ പീഡനാവും. എവിടുന്ന് കെട്ടിയെടുക്കുന്നത്? എന്റെ മുറി അപ്പാടെ സൂക്ഷിച്ചിട്ടുണ്ടല്ലോ കത്രീനമ്മ. അപ്പൊ കത്രീനമ്മക്ക് എന്നോട് സ്നേഹമുണ്ട്. ഇപ്പോഴാ എനിക്ക് തൃപ്തിയായത്. എല്ലാ അർത്ഥത്തിലും നീ എന്റെ കൈക്കുള്ളിൽ വന്നല്ലോ. എനിക്കെന്നും ഈ നെഞ്ചോട് ചേർന്നിരിക്കുന്ന തന്നെയായിരുന്നു ഇഷ്ടം. ഈ ചൂടേറ്റിരിക്കുന്ന തന്നെയായിരുന്നു ഇഷ്ടം. ഇത്തരം കാഴ്ചകൾ മോള് കാണേണ്ടി വരില്ല. അതമ്മ ഗ്യാരണ്ടി തരുന്നു. ഇനി അമ്മയെ സ്നേഹിക്കാനാ എന്റെ പരിപാടി. കിട്ടാത്ത സ്നേഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇതുവരെ സ്വന്തം എന്ന് പറയാൻ ആരുമില്ലായിരുന്നു. ആകെ ഉണ്ടായിരുന്നു റോസ. പക്ഷേ അവൾക്ക് എന്നോട് വെറുപ്പായിരുന്നു എന്നും. ഇനി വേണം എനിക്ക് എൻ്റെ ആലീസിന്റെ കുട്ടിയെ മനസ്സ് തുറന്നൊന്ന് സ്നേഹിക്കാൻ, അവളുടെ സ്നേഹം പിടിച്ചു വാങ്ങാൻ. തടിയാ, നിനക്ക് സ്നേഹിക്കണമെന്നും സ്നേഹം പിടിച്ചു വാങ്ങണമെന്നും അത്രയ്ക്ക് ആശയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്, ഒരു കല്യാണം അങ്ങോട്ട് കഴിക്കേ. കെട്ടിയോളൊക്കെ വന്നു കഴിഞ്ഞാൽ അധികം താമസിയാതെ തന്നെ കുട്ടികളുണ്ടാവും, കുടുംബം ആവും. പിന്നെ അവരെ എത്ര വേണമെങ്കിലും സ്നേഹിക്കാമല്ലോ. അവരെ സ്നേഹം ഇങ്ങ് പിടിച്ചു വാങ്ങാലോ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നിരിക്കണോ? വെറുതെ അല്ല ബെല്ലടിച്ചിട്ട് ആരെയും കാണാഞ്ഞത്. ബെല്ല് കേട്ടില്ലല്ലോ, കറണ്ട് ഇല്ലാത്തോണ്ടാവും സാറേ. ആ അല്ല, എന്താ എല്ലാവരുടെ മുഖത്തൊരു സന്തോഷം? അപ്പൊ സാർ അറിഞ്ഞില്ല ഒന്നും? അയ്യോ, അറിഞ്ഞേ. അതുകൊണ്ട് തന്നെയല്ലേ ഞാൻ ഓടി വന്നതും. അല്ല, എവിടെ അമ്മയുടെ സ്വന്തം മോള്? അവര് സ്നേഹിക്കുക. ഈ പാരി എന്നാലും അത് ശല്യമായിരിക്കും. അയ്യോ, എന്നാ ഞാൻ ദേ ഇവിടെ ഇരുന്നോളാം. അല്ല, അന്നത്തെ പോലെ ഇന്നും ആഘോഷം ഉറപ്പാ. അത് കഴിഞ്ഞിട്ട് സാറ് പോയാൽ മതി. ഇന്ന് ആഘോഷത്തിന് മാറ്റുകൂട്ടാൻ റോസും കൂടെ ഉണ്ടല്ലോ, നന്നായി. ഒരുപാട് പേർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തയാളാ കത്രീനമ്മ. അതിന് നന്ദി അവര് കാട്ടിയില്ലെങ്കിലും ദൈവം കാട്ടണമല്ലോ. ഇനി എന്നും അവരുടെ ജീവിതം സന്തോഷം കൊണ്ട് നിറയട്ടെ. അത് തന്നെ ഞങ്ങളുടെയും പ്രാർത്ഥന. ഇനി എനിക്ക് ഒരാഗ്രഹം കൂടിയുണ്ട്. എന്നെങ്കിലും ഒരു ദിവസം റോസ് തൻ്റെ അപ്പച്ചൻ ആരാണെന്ന് മനസ്സിലാക്കണമെന്ന്. എന്നെങ്കിലും ആ കുട്ടി തോമസ് സാറിനെ അപ്പച്ചാന്ന് വിളിക്കണമെന്ന്. എന്തിനാ അത്? അവളുടെ അമ്മയെ പിഴപ്പിച്ചവനെ അവളെന്തിനാ അപ്പച്ചാന്ന് വിളിക്കുന്നേ? ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ പള്ളക്ക് കത്തി കയറ്റേണ്ടതാ. ചെയ്തില്ല. എന്റെ ഉൾപ്പെടെ പലരുടെയും ജീവൻ നശിപ്പിച്ച ആളാ തോമാച്ചൻ. എന്നും ഒരാളുടെ സ്വഭാവം. വേണ്ട സാർ, ഈ ഒരു കാര്യത്തിൽ മാത്രം സാറിന്റെ അഭിപ്രായം കേൾക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. സാർ അതങ്ങ് പുറത്തേക്കണം. ഏലിയാമ്മ, തോമാച്ചൻ രണ്ടുപേരെന്റെ കൈകൊണ്ട് തീരേണ്ടതാ. ചെയ്യാത്ത കുറ്റത്തിന് അവരാണ് ജയിലിലടച്ചത്. അല്ല, തോമാച്ചനൊക്കെ. പക്ഷേ ഏലിയാമ്മ തന്നെ എന്ത് ചെയ്തു? അത് ആഹാരം വിളമ്പി വെച്ചിട്ട് രണ്ടാളും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. കാരണം റോസ് മോള് പോയതാണെന്നറിയാം. എന്നാലും ഇതിങ്ങനെ തുടർന്നുകൊണ്ട് പോകാനാണ് പരിപാടിയെങ്കിൽ വീട്ടു ജോലിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഞാൻ എൻ്റെ പാട്ടിനങ്ങ് പോവും. എന്തായാലും എനിക്കൊന്നും വേണ്ട പാസി.
താൻ അതെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. എളുപ്പമാർഗം പറഞ്ഞു തന്നല്ലോ, ആശ്വാസമായി. അല്ല, ഞാൻ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ചോദിക്കാം. എവിടുന്നോ കയറി വന്നൊരു പെൺകുട്ടി ഇടയ്ക്ക് വെച്ച് അതിൻ്റെ തള്ള ഇത്തിരി സഹായമൊക്കെ ചെയ്തു എന്ന് കരുതി അതിനോർത്ത് അമ്മയും മോൻ ഇങ്ങനെ വേവലാതിപ്പെടണോ? തന്ന സഹായത്തിൻ്റെ അത്രയും വില മതിക്കില്ലെങ്കിലും തിരിച്ചും ചെയ്യേണ്ടത് ചെയ്തില്ലേ? എന്നാലും അവളെ ഇനി കാണാൻ പറ്റില്ലല്ലോ എന്നോർത്തപ്പോ ഒരു വിഷമം. എന്നും കാണാനുള്ള വഴി ഞാൻ പറഞ്ഞു തന്നല്ലോ. വലിയ ആൾബകളൊന്നും വേണ്ട, ചെറിയൊരു ചടങ്ങ്. അതോടെ ആ കൊച്ചി ഈ വീട്ടിൻ്റെ ഒരു ഭാഗമാവും. തരുൺ കുഞ്ഞിന് ഭാവിയിലൊരു തുണയും ആവും. കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യമോ എങ്കിലും ശാസിക്കുന്നില്ല. ഒരു കാര്യം ചെയ്യും, ഭാസിച്ചേട്ടന് ഞങ്ങൾ ഒന്നാകണമെന്ന് അത്രയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ കുട്ടിയുടെ അനുവാദം വാങ്ങിട്ട് വാ. എന്നെ സ്വീകരിക്കാമെന്ന് ആ കുട്ടിയെ കൊണ്ട് സമ്മതിപ്പിക്കും. അപ്പോ ഞാനൊരു പുതുമണവാളനായിട്ട് നിന്ന് തരാം. ആ പറഞ്ഞത് കളിയാണോ കാര്യമാണോ? കുറച്ച് കാര്യമുണ്ടെന്ന് തോന്നുന്നു. എനിക്കും. മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി. അതൊരു നല്ല സൂചനയാ. ഇനി കനൽ വാരി വെതറിയാ മതി, അത് തീയായി വളർന്നു വന്നോളും. വേണം ഡോക്ടറമ്മേ, ഈ നിരാശയൊക്കെ മാറി ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ ആയി തരുൺ കുഞ്ഞ് ജീവിക്കണം. അത് മറ്റാരേക്കാളും അധികം ആഗ്രഹിക്കുന്ന ഒരു അമ്മയാടോ ഭാസി ഞാനും. നിർബന്ധിച്ചൊന്നും ചെയ്യിക്കാൻ വയ്യ. ഉപദേശിച്ചു നോക്കും. കേട്ടാ കേട്ടു, ഇല്ലെങ്കിൽ വരുന്നതുപോലെ വരട്ടേന്ന് കരുതും. ഒരു കാര്യം ഉറപ്പാ, ചിത്രമോളുടെ മരണത്തോടെ സ്ത്രീകൾ പോകുന്ന വഴിയിലോട്ട് നോക്കാത്ത ആളിന് ഇപ്പം വളരെ മാറ്റമുണ്ട്. ആദ്യമായിട്ടൊരു പെണ്ണ് ഉള്ളിക്കയറി തട്ടി വിളിച്ചോണ്ടിരിക്കുക. ഇവിടെ പിടിമുറുക്കിക്കൊണ്ടിരുന്ന മിക്കവാറും നമ്മുടെ ആശ നടക്കും. അതിന് അവൻ മാത്രം മാറിയാ പോരടോ ഭാസി. അവൻ പറഞ്ഞതുപോലെ മാറ്റം റോസിലും ഉണ്ടാവണം. റെജി എന്ന പുരുഷനെ മറക്കാൻ അവളും പഠിക്കണം. അപ്പോഴേ നമ്മൾ ആശിച്ചത് നടക്കൂ. പിന്നെ ജാതി മതമൊക്കെ വ്യത്യസ്തമാണ്. എന്തോന്ന് ജാതി മതം? ചോര പൊടിഞ്ഞാൽ ചോപ്പാ, അത് എല്ലാവരുടെയും ശരീരത്തിൽ. ആ ബോധമുള്ളവരാരും ജാതിയുടെ മതത്തിന്റെ പിന്നാലെ പോകില്ല. സ്നേഹത്തിന് ഒറ്റ ജാതിയേ ഉള്ളൂ ഡോക്ടർമേ. അത് വേണ്ടോളം ഉണ്ടായാൽ ബാക്കിയൊക്കെ പിന്നാലെ വന്നോളൂ പാലാട്ടിക്കൊണ്ട്. അമ്മയും ഭാസിച്ചേട്ടനും കൂടി വല്ലാതെ പ്രഷർ എഴുതിക്കൊണ്ടിരിക്കുക ഒരു മാരേജിനായി. പെൺകുട്ടി റോസ് തന്നെയാണോന്ന് അവർക്കൊരേ നിർബന്ധം. ആ അഭിപ്രായം എനിക്കും നിന്റെ അങ്കിളിനുണ്ടെന്ന് കുട്ടിക്കോളൂ. നിങ്ങൾ ഒന്നിക്കേണ്ടവരാ. അതുകൊണ്ടാണ് വളരെ അവിചാരിതമായി ആ കുട്ടി നിന്റെ അരികിലേക്ക് വന്നത്. നിന്നെ റജിയെ സങ്കല്പിച്ചുകൊണ്ട് കൂടെ നടന്നത്. മാനസികമായി ആ കുട്ടിയെ ഉൾക്കൊള്ളാൻ എൻ്റെ മനസ്സിനെ ഞാൻ പാകപ്പെടുത്തിയിട്ടില്ല. ഐ മീൻ ഭാര്യയായിട്ട്. ബട്ട് എനിക്കിഷ്ടമവളെ, അവളുടെ കുട്ടിത്തത്തെ. എന്നെ കാണുമ്പോഴേക്ക് നിന്റെ അമ്മ വേദനയോട് പറയാറുള്ളത് നിന്റെ ഫ്യൂച്ചറിനെ കുറിച്ചാണ്. നിത്യ ബ്രഹ്മചാരിയാവാൻ തീരുമാനിച്ച ഡോക്ടർ രാമനെ പോലെ നീയുമായും തീരുമാനം അമ്മയ്ക്ക് പേടിയുണ്ട്. അങ്കിള്, ഡോക്ടർ ശിവരാമൻ നായർ ഇവരൊക്കെ ബ്രഹ്മചര്യം സ്വീകരിച്ചുകൊണ്ട് അവർ വളരെ ഫ്രീയാ, സന്തുഷ്ടരാ. ആ കൺസെപ്റ്റ് നിന്റെ കാര്യത്തിൽ ശരിയാവണമെന്നില്ല. ചിത്രയെക്കുറിച്ചുള്ള ഓർമ്മകൾ നിന്നെ വിട്ടു പോകണമെങ്കിൽ നിനക്ക് മറ്റൊരു പെണ്ണുമായി മാനസിക അടുപ്പുണ്ടാവണം. കുഞ്ഞുങ്ങൾ, ഭാര്യ നിന്റെ ജീവിതത്തിൽ വരണം. ഞാൻ എതിർപ്പിൻ്റെ സ്വരം അവസാനിപ്പിച്ച് പച്ചക്കൊടി കാട്ടിയിട്ടുണ്ട്. റോസിന് സമ്മതമെങ്കിൽ ആ കുട്ടിയെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് തോന്നുന്നുണ്ടോ റജി എന്ന സങ്കല്പത്തിൽ നിന്നകന്ന് റോസ് എന്നിലേക്ക് വരുമെന്ന്? നോ, നെവർ. ആ കുട്ടിയെക്കൊണ്ട് സാധിക്കില്ല. ആ വിശ്വാസമാണ് നിന്നെ കൊണ്ട് നിന്നെ സമ്മതിപ്പിച്ചത്. പക്ഷേ തരുൺ, ഡോക്ടർ ശിവരാമൻ നായരുടെ ട്രീറ്റ്മെൻറ്റിൽ ശക്തമായ മാറ്റം സംഭവിച്ച മനസ്സാണ് അവളുടേത്. അതുകൊണ്ട് ചിലപ്പോൾ എല്ലാവരുടെ ആവശ്യവും അംഗീകരിക്കപ്പെട്ടു എന്ന് വരാം. എങ്കിൽ ഈ മംഗല്യം നടക്കും. അങ്ങനെ ഉറപ്പിക്കാമല്ലേ? എടി പൊന്നമ്മേ, കരഞ്ഞ് കാല് പിടിച്ചത് കൊണ്ടാ നിന്നെ ഈ വീടിന്റെ പടി കയറ്റിയത്. പക്ഷെ നിനക്കിപ്പോഴും ഒരു മാറ്റമില്ല. നീ എന്തിനാ എല്ലാവരെയും നശിപ്പിച്ച് അടങ്ങുന്ന ഒരേ വാശി നിൽക്കുന്നേ? അയ്യോ, എന്നെ കുറിച്ച് അങ്ങനെയൊന്നും പറയല്ലേ കത്രീനാമ്മേ. സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യം കേട്ട എനിക്കൊരു ദേഹം വല്ലാതെ വരും. നിന്റെ ചില നേരത്തെ മട്ടും ഭാവം കണ്ട ബാക്കിയുള്ളവന്റെ നാവാ ചൊറിഞ്ഞു വരുന്നത്. പൊന്നമ്മേ, ഒരു കാര്യം ഞാൻ തെളിച്ചു പറയാം. നീ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ശണ്ട പിടിച്ചോണ്ട് നടന്നാ നിന്നെ എനിക്ക് ഇവിടുന്ന് പറഞ്ഞു വിടേണ്ടി വരും. അയ്യോ, ഇവിടെ കയറി കൂടിയ പാടെനിക്കറിയാം. എന്നെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കാൻ നോക്കല്ലേ. എന്റെ കഞ്ഞുകൂടി മുട്ടിക്കല്ലേ. ഒന്നും മുട്ടാതിരിക്കണമെങ്കിലേ സ്വഭാവം നന്നായി മാറണം.
മനുഷ്യനോട് സംസാരിക്കാനും പെരുമാറാനും ഒന്നേന്ന് പഠിക്കണം. അതെ. ഓ ഓ, ഒരു പഠിത്തക്കാരൻ. ഇരിയടി അവിടെ. നിനക്ക് തോന്നുന്ന പോലെ അഴിഞ്ഞാടിക്കോ. ഞാൻ ശാസിക്കും, മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് മാത്രം. ആയിക്കോ. ആ, ഇവരാരാ? അതുകൊള്ളാം. സിബിയും ജോണിയൊക്കെ മറന്നുപോയോ? സിബിയോ? നമ്മുടെ ബോർഡിൽ പോയിരുന്നവരെ. ആ, കത്രീനാമ്മയ്ക്ക് ഞങ്ങളെ മനസ്സിലായി. പിന്നെ മനഃപൂർവ്വം മറവി നടിച്ചതാ. അതുപോലല്ലേ ഞങ്ങൾ ഓരോന്ന് കത്രീനാമ്മയോട് ചെയ്തിരിക്കുന്നേ. ആ ആ അതൊന്നും മറക്കാൻ പറ്റാത്ത തെറ്റുകളാ. എങ്കിലും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് സന്തോഷമായി. റോസുമോളും കത്രീനാമ്മ ഒന്നിച്ചത് അതിനേക്കാൾ സന്തോഷമായി. ആ, അതുകൊണ്ടാ ഞാൻ എല്ലാരോടും ക്ഷമിച്ചത്. ആ, സിബിയും ജോണിയെ ഇനിയെങ്കിലും ബോട്ടിനകത്ത് കയറ്റിക്കൂടെ കത്രീനാമ്മേ? അവര് ബോട്ടിനകത്ത് പൊക്കോട്ടെ. പാവങ്ങള് കുറെ നാളായിട്ട് പണിയൊന്നും ഇല്ലാതിരിക്കുവാ. ജോലി ഇനി കത്രീനാമ്മയോട് ചോദിച്ചു വാങ്ങാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല. അത്രയ്ക്ക് വലിയ തെറ്റുകളാ കത്രീനാമ്മയോട് ഞങ്ങൾ ചെയ്തിരിക്കുന്നേ. ആ, തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ലല്ലോ. ഒക്കെ പ്രായത്തിന്റെ എടുത്തുചാട്ടങ്ങളാ. തൽക്കാലം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നിങ്ങൾ നാളെ മുതലേ ബോട്ടിൽ കയറിക്കോ. പക്ഷെ വർഗീസ് അല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഞാനാ. നാളെ നിങ്ങൾ ബോട്ടിൽ പോകുന്നു, അതാണ് എന്റെ തീരുമാനം. മനസ്സിലായോ? ആ, എന്നാ പൊയ്ക്കോളൂ. വർഗീസത്രേ, അവനാരാ ഇതൊക്കെ പറയാൻ? അവന്മാര് രണ്ടിനെയാ ഏലിയമ്മ ആദ്യം പുറത്താക്കണ്ട. ആ, അതിന് പറ്റിയ ഒരു സമയം ഒത്തുവരും. അല്ലെങ്കിൽ ഞാൻ വരുത്തും. തുറയിലോട്ടൊന്നും കാണുന്നില്ലല്ലോ രണ്ടുപേരെയും. ഇപ്പൊ എവിടെയാ വായ്നോട്ടം? ദേ, ഇന്ന് പുലർച്ചെ വരെ പല സ്ഥലങ്ങളായി വായ്നോട്ടം തന്നെയായിരുന്നു. എന്നാലേ നാളെ മുതൽ അതിന് മാറ്റം ഉണ്ടാവും പോവാ. നാളെ മുതൽ ഞങ്ങളും പുറംകടലിലേക്ക് വരാൻ തീരുമാനിച്ചു, ബോട്ടിൽ. ആരുടെ ബോട്ടില്? വേറെ ആരുടെയാ? ഞങ്ങളുടെ കാണപ്പെട്ട ദൈവം കത്രീനാമ്മയുടെ തന്നെ. നേരം പോക്കാണ് പറഞ്ഞെങ്കിലും ചിരി വരുന്നില്ല കേട്ടോ. പറഞ്ഞത് നേരം പോക്കാണോന്ന് കത്രീനാമ്മയോട് ചോദിച്ചാൽ മനസ്സിലാവും. ഞങ്ങളെ പുലിക്കാട്ടേക്ക് പോയി അനുമതി ചോദിച്ചിട്ടുള്ള വരവാ. ഓഹോ, എന്നാ ആ അനുമതി റദ്ദീകരിക്കാൻ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ദേ, ഇനിയിപ്പോ നമ്മൾ ഒരുമിച്ചൊരു ബോട്ടിൽ പണിയെടുക്കേണ്ടവരാ. അതുകൊണ്ട് വഴക്കിന് ഞങ്ങളില്ല. ഒന്നിച്ചൊരു ബോട്ടിൽ പണിയെടുക്കാന്നൊക്കെ വെറുതെ പറഞ്ഞോണ്ട് നടക്കാം, അല്ലെങ്കിൽ സ്വപ്നം കണ്ടുകൊണ്ട് കോട്ടുമായിട്ടുണ്ട് നടക്കാം. അല്ലാതെ നീയൊന്നും ഞാൻ ഇറക്കുന്ന ബോട്ടിൽ കയറുകയല്ല. വർഗീസേ, നീ ഒരു തൊഴിലാളിയാ, മുതലാളി ആയിട്ടില്ല. പക്ഷെ മുതലാളി ഓർഡിട്ടിട്ടുണ്ട്, വർഗീസ് എടുക്കുന്ന തീരുമാനമാണെന്ന്. അതിൽ കത്രീനാമ്മ ഇടപെടില്ലാന്ന്. എന്റെ വർഗീസെ, പണിയില്ലാണ്ട് നിന്ന് മടുത്തു. അവസാനം ആരുടെയൊക്കെയോ ഭാഗ്യത്തിനാ ഇപ്പൊ കത്രീനാമ്മയുടെ മനസ്സറിഞ്ഞിരിക്കുന്നത്. ദേ, ഇനി നീ ആയിട്ട് ആ മനസ്സ് മാറ്റാൻ നോക്കരുതേ. നോക്കാതിരുന്നാലേ നടുക്കടലിൽ പോകുന്ന ബോട്ട് ചിലപ്പോൾ തിരികെ വന്നില്ലാന്നിരിക്കും. നീയൊക്കെ ബോട്ടിനകത്ത് ദ്വാരം ഉണ്ടാക്കി കളയും. കടൽ വെള്ളം ബോട്ടിൽ കയറി എല്ലാവരും കഞ്ഞുകൂടി മുട്ടുമെന്ന് മാത്രമല്ല, ജീവനും പോവും. അതൊക്കെ നിന്റെ തെറ്റിദ്ധാരണയാ. എന്തായാലും ശരി, നാളെ ഞങ്ങൾ തുറയിൽ വരും, ബോട്ടിൽ കയറും. കയറാതിരിക്കണമെങ്കിൽ അതിന് കത്രീനാമ്മ പറയണം. പറയാത്തടത്തോളം കാലം ഞങ്ങൾ അവരുടെ വാക്ക് കേൾക്കും. ബോട്ടിൽ കയറി വലയെറിയും, മീൻ കോരും, അതുറപ്പാ. വാടാ. വെല്ലുവിളിയാണല്ലോ വർഗീസേ. അതെ, ഏതായാലും കാര്യങ്ങൾ കത്രീനാമ്മയോട് ചോദിക്കാം. യോമാര് പറഞ്ഞ ശരിയാണെന്ന് അറിയണല്ലോ. കത്രീനാമ്മ എന്ത് പരിപാടിയാണ് കാണിച്ചത്? അവന്മാരെന്തിനാ ജോലിക്കെടുത്തത് ആ സിബിയും ജോണിയും? കത്രീനാമ്മ ജയിലിൽ കയറുന്നത് കാണാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നവരവര്. അത് മറക്കരുത്. ഒന്നും മറക്കുന്നില്ല. പാവങ്ങളാടാ. നാളെ മുതൽ അവർ ബോട്ടിൽ കയറിക്കോട്ടടാ വർക്കി. നമുക്ക് കിട്ടുന്നതിലൊരു പങ്കുകൊണ്ട് അവരും ജീവിച്ചു പൊയ്ക്കോട്ടെ. കേട്ടല്ലോ കത്രീനാമ്മ പറഞ്ഞതൊക്കെ. എന്താടാ അവർക്ക് പറ്റിയത്? സിബിയും ജോണിയും കളഞ്ഞ പോലെ തന്നെ തിരിച്ചെടുത്തിരിക്കുന്നു. അതിന്റെ പേരിൽ ഉടക്കാനൊന്നും നിൽക്കണ്ട. അവരേൽപ്പിച്ച ജോലി ചെയ്യുക, വല്ലതും കഴിച്ചു കിടന്ന് ഉറങ്ങുക, അതാ നല്ലത്. എന്നാലും എനിക്കത് സഹിക്കാൻ കഴിയല്ല.
നാളെ അവന്മാർ നമുക്കൊപ്പം വിജയഭാവത്തിൽ ബോട്ടിൽ കയറും. അത് കണ്ടു നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. വർഗീസേ, നമ്മൾ വാശി പിടിച്ചിരുന്നുകൊണ്ട് ഒരു കാര്യമില്ല. അവന്മാരെ പുറത്താക്കണമെന്ന് നമ്മൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ട ചിലപ്പോൾ പുറത്താവുന്ന നമ്മളായിരിക്കും. ഇക്കാലത്ത് ഇതുപോലൊരു പണി കിട്ടാൻ കുറേ വേർപ്പെടുക്കേണ്ടി വരും. ഒരുപാട് പേരുടെ കാല് പിടിക്കേണ്ടി വരും. അതുകൊണ്ട് വാക്ക് തർക്കത്തിന് നിൽക്കാത്തതാ നല്ലത്. അതിന്റെ പേരിൽ ഉടക്കാനൊന്നും നിൽക്കണ്ട. അവർ ആർഡർ ഇടുന്നു, നമ്മളത് അനുസരിക്കുന്നു. പിന്നെ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായി കൂലി കിട്ടണം. നമ്മൾ അത് മാത്രം ഗൗരവമായി എടുത്താൽ പോരെ? ബോട്ടിനി നിനക്കായി വിട്ടു തന്നിരിക്കുന്നു. സകല അധികാരം നിനക്കാ വർഗീസേ എന്ന് പറഞ്ഞ സ്ത്രീയാ. അതെ, ഈ പണക്കാരുടെ ഒരു തന്ത്രമാ. ഇത് നിന്റെ സ്വന്തമാണെന്നൊക്കെ അവര് വെറും വാക്ക് പറയും. എന്തിനാണെന്നോ? നമ്മുടെ ആത്മാർത്ഥത കൂടാൻ. നമ്മുടേതാണെന്നൊരു തോന്നൽ നമുക്കുണ്ടായ നമ്മൾ മരിച്ച് പണി ചെയ്യുമല്ലോ. ദേ, ഇവിടെ നമ്മൾ ബോട്ടിൽ കയറിയ ശേഷം എന്തൊരു വരുമാനമായിരുന്നു. ഇതുവരെ അവരുണ്ടാക്കാത്ത തുകയല്ലേ നമ്മൾ അവർക്ക് പണിയെടുത്ത് നേടിക്കൊടുത്തത്. അതിന്റെ നന്ദി അവർ കാണിക്കുന്നില്ലല്ലോ. ഇത്രയൊക്കെ കാണിച്ചില്ലേ, അത് തന്നെ ധാരാളം. ഞാൻ പറഞ്ഞില്ലേ വർഗീസേ, നമ്മുടെ കാര്യം നോക്കി മുന്നോട്ട് പോവാ. ആരിൽ നിന്നും അമിതമായിട്ടൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക. അപ്പം നിരാശയുടെ ആവശ്യമില്ല. അപ്പോ നാളെ സിബിയും ജോണിയും ബോട്ട് കയറിക്കോട്ടെ എന്നല്ലേ? അവന്മാരായിട്ട് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവടാ? വഴക്കിന് നമ്മൾ പോകുന്നില്ല. അവന്മാർ ഇങ്ങോട്ട് കയറി മാന്തിയാലോ? രണ്ടിന്റെയും കൈയും കാലും കൂട്ടിക്കെട്ടി കടലിലെറിയണം. മര്യാദയെങ്കിൽ മര്യാദ, മറിച്ചായ അങ്ങനെ തന്നെ ചെയ്യണം. തരുണിൽ നല്ല മാറ്റമുണ്ട്. മറ്റൊരു വിഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന ആളുടെ പ്രതികരണത്തിൽ മാറ്റം സംഭവിച്ചിരിക്കുന്നു. നന്നായിട്ടൊന്ന് പരിശ്രമിച്ചാൽ തരുൺ റോസുമുത്തൊരു ജീവിതത്തിന് സമ്മതിച്ചേക്കുമെന്ന എന്റെ കണക്കൂട്ടൽ. ഞാനും ആ വഴിക്ക് തന്നെ ചിന്തിക്കുന്നേ. അവർ തമ്മിൽ നല്ല കോമ്പിനേഷനാ. പോരാത്തതിന് കത്രീനാമ്മയുമായി കോടികളുടെ ബാധ്യത കിടക്കുന്നു. അപ്പോൾ അവരൊന്നിച്ചാ അതൊരു കടമായി ബാക്കി നിൽക്കില്ല. അവര് കൊടുത്ത പണം സ്വന്തം മകൾക്ക് കൊടുത്തതുപോലാവുകയും ചെയ്യും. ഞാൻ എത്രയോ നാളായി പറഞ്ഞു മടുത്ത കാര്യമാ ഇപ്പൊ ഇവിടെ ഗൗരവമായി സംസാരിക്കുന്നത്. ഒന്നിക്കേണ്ടവർ ഒന്നിക്കും. ആദ്യം ഇത്തിരി തടസ്സം വന്നാൽ അവസാനം അത് തന്നെ ആവും സംഭവിക്കുക. കത്രീനാമയും ഈ ബന്ധത്തെ എതിർക്കാൻ സാധ്യതയില്ല. റജിയായി തരുൺ ആക്ട് ചെയ്ത സമയത്തെ കാഴ്ച അവരും നേരിട്ട് കണ്ടതാണല്ലോ. ഞാൻ കത്രീനാമ്മയെ കാണുമ്പോൾ നമ്മുടെ സ്റ്റാൻഡ് എന്താണെന്ന് അവരെ അറിയിക്കാം. അവരും നമ്മുടെ അഭിപ്രായത്തോട് യോജിക്കുകയാണെങ്കിൽ റോസിനെ എന്റെ മരുമകളായി ഞാൻ ഈ വീട്ടിലേക്ക് കൈപിടിച്ച് കയറ്റാം. പിന്നൊരു കാര്യം, ആ കൊച്ചു ഭ്രാന്തിയായിരുന്നപ്പോൾ അവരെന്തിനു സമ്മതിക്കുമായിരുന്നു. എന്നാൽ അതുപോലല്ല ഇപ്പോഴത്തെ കാര്യം. അതിന്റെ അസുഖം മാറിയിരിക്കാം. ഈ അവസ്ഥയിൽ അവർ പഴയതുപോലെ ചിന്തിക്കുമെന്തോ. കത്രീനാമ്മയുടെ ചിന്ത അനുകൂലമായിരിക്കും. അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. ചിന്ത മാറേണ്ടത് റോസിൻ്റെതാ. ആ കുട്ടി തരുണിനെ സ്വീകരിക്കാൻ തയ്യാറായാൽ പിന്നൊന്നും പേടിക്കാനില്ല. അമ്മയ്ക്കൊരു മരുമകളായി, അവൾക്ക് കുട്ടികളായി, സ്നേഹാലയത്തില് ശരിക്കും കളിയും ചിരിയുമായിരിക്കും. ഹലോ. രാമ, ഞാനാ. ഡോക്ടറോ? എന്റെ 2 ശിഷ്യന്മാര് ഉടനെ അവിടെ എത്തും. ആ അത്ഭുത മനുഷ്യനെ അവർക്കൊപ്പം പറഞ്ഞു വിടണം. അയാൾക്ക് വേണ്ട ചികിത്സാക്രമങ്ങളൊക്കെ ഞാൻ ചാർട്ട് ചെയ്ത് കഴിഞ്ഞു. ശരി ഡോക്ടർ, അവർ വന്നോട്ടെ. ഞാൻ അവർക്കൊപ്പം അയാളെ അയക്കാം. ഓക്കെ രാമ, ഞാൻ ഇടയ്ക്ക് വിളിക്കാം. ശരി സർ. ശിവരാമൻ ഡോക്ടറെ വിളിച്ചത്. നമ്മുടെ ആ തളർച്ച ബാധിച്ച പേഷ്യന്റിനെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്കൊപ്പം വിടണമെന്ന്. നല്ലതാ. അദ്ദേഹം വന്ന ശേഷം ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് കക്ഷിക്ക്. രോഗത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്ത ശേഷം ഒരു ചാർട്ട് തയ്യാറാക്കി കഴിഞ്ഞു അദ്ദേഹം. മിക്കവാറും അധികം വൈകാതെ അയാൾ എഴുന്നേറ്റ് നടക്കും. അതിന് സാക്ഷ്യം വഹിക്കാൻ കഴിയുന്നത് മഹാഭാഗ്യമാണ് സർ. ഞാനും പൊയ്ക്കോട്ടെ ആരോഗ്യക്കൊപ്പം. അത് ശരി. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? കുറച്ച് ദിവസത്തേക്ക്. ശരി. പ്രശാന്തസുന്ദരമായ സ്ഥലമാ. ഇവിടത്തേക്കാൾ കാം ആൻഡ് ക്വയറ്റ് ആയ പ്ലേസ്. ചെന്ന് പെട്ട് കഴിഞ്ഞാൽ തിരികെ പോരാനേ കഴിയില്ല. സുഖം കയറി അവിടെ അങ്ങ് നിന്നുകളയരുത്. എനിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുമ്പോൾ ശിഷ്യനായി കൂടെ കൂടുന്നത് നല്ലതാ. ഒരുപാട് പഠിക്കാം അവിടെ നിന്ന്. ആയുർവേദത്തിൻ്റെ സർവ്വവിജ്ഞാന കോശം. അതാണ് നായർ. എന്തു സംശയവും എപ്പോഴും ചോദിക്കാം. അതനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹത്തോടൊപ്പം ചിലവിടാൻ ഞാൻ കുറച്ചു ദിവസം ചോദിച്ചത്. തടസ്സം പറഞ്ഞില്ലല്ലോ. പോയിട്ട് വാ. ശരി ഡോക്ടർ. അതിവിദഗ്ധമായി എന്റെ കയ്യിൽ നിന്നും ഡോക്ടർ രമാദേവി തട്ടിയെടുത്തതാണ് ആ ഹോസ്പിറ്റൽ. എന്റെ ജീവിതത്തിലെ ഏറ്റവും അധികം തളർത്തിയ സംഭവമായിരുന്നു അത്. അന്നേ ഞാൻ പ്രതിജ്ഞ ചെയ്തതാ,
അതെന്നെങ്കിലും ഒരിക്കൽ തിരികെ പിടിക്കുമെന്ന്. ഇപ്പോ അതിനുള്ള ചില തന്ത്രങ്ങൾ ഞങ്ങൾ ചേരുമ്പടി ചേർക്കാണ്. മിക്കവാറും ഇതൊരു വിജയവും. പക്ഷേ ഞങ്ങൾ പ്രയോഗിക്കുന്ന ബുദ്ധി വിജയമായ ഏലിയമ്മയെ ഞങ്ങൾക്കൊപ്പം നിൽക്കണം. നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ ഒരുക്കമാ. എന്നെ സഹായിച്ചവരെ ഞാൻ എന്തിനു സഹായിക്കാതിരിക്കണം? ഈ ഒരു ഉപകാരം എനിക്ക് വേണ്ടി ചെയ്തു തന്നാൽ, ഹോസ്പിറ്റൽ എന്റെ കയ്യിൽ വരാൻ സഹായിച്ചാൽ, ഞാൻ പിന്നെ ഏലിയമ്മയുടെ അടിമയാ. ജീവിതത്തിലെന്നും നിങ്ങളുടെ വാക്കാണ് എന്റെ അവസാനത്തെ വാക്ക്. ധൈര്യമായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പൊയ്ക്കോ. ഒരു നിഴലായിട്ട് തന്നെ ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. പിന്നെ നാട്ടിലേക്കൊക്കെ ഇറങ്ങുമ്പോ എന്നെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ അന്വേഷിക്കുന്നതായി വല്ല അറിവും കിട്ടിയോ? നാട്ടുകാർക്കൊക്കെ ടോമിന്ന് വെച്ചാൽ ഒരു പേടി സ്വപ്നം തന്നെയാ. നിങ്ങളുടെ കുടുംബം പോലും താൻ കാരണം ഒറ്റപ്പെടുകയാ. എന്നും എന്റെ അപ്പച്ചനും കുടുംബത്തിനെതിരെ തെറ്റുകൾ മാത്രം ചെയ്ത സ്ത്രീയാ കത്രീനാമ്മ. എന്റെ അപ്പച്ചനെ അവർക്കൊന്ന് കടലിൽ താഴ്ത്തിയെന്ന് തന്നെ എന്റെ വിശ്വാസം. അതിന് പകരം വീട്ടാൻ ചില കൊള്ളരുതായ്മകൾ എനിക്കും ചെയ്യേണ്ടി വന്നു. ഞാൻ ഏതാണ്ട് ആ കത്രീനാമ്മയെ കുടുക്കിയതുവാ. പക്ഷെ അവസാന നിമിഷം സർവ്വതും പാളി. ഞാൻ ഒറ്റപ്പെട്ടു, കൊലയാളിയായി. ആ വർഗീസ എന്നെ ചതിച്ചത്, കത്രീനാമ്മയെ രക്ഷിച്ചത്. വിഷമിക്കണ്ട ടോമി, നിങ്ങളെ വഞ്ചിച്ചവരെയൊക്കെ തെരഞ്ഞു പിടിച്ച് ഞാൻ കൈകാര്യം ചെയ്തോളാം. ഇപ്പൊ തന്നെ എല്ലാത്തിനും തുടക്കമിട്ട് കഴിഞ്ഞു ഞാൻ. നിന്റെ ബോട്ടുകളും വീടും രക്ഷപ്പെടും. ഞാൻ പറഞ്ഞ ഇന്നെന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നവരാ തുറയിലുള്ളവരേറെ. അവര് നിന്റെ ബോട്ടുകൾ കടലിലിറക്കും. വലിയ ഉപകാരമില്ലേ അമ്മേ? ഇപ്പൊ സാറാമ്മേടത്തേക്കാളും അച്യുതൻ നായരെക്കാളും അവർക്ക് പ്രിയപ്പെട്ടത് ആ പൊന്നമ്മയാ. സകല തരികടകളും പയറ്റി തെളിഞ്ഞ അവരാ ഇപ്പൊ കത്രീനാമ്മയ്ക്ക് ഏറ്റവും വലിയ കൂട്ട്.